ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടി, ഞാൻ രാവിലത്തേക്കുള്ള പച്ചമോര് അത് ഞാൻ റെഡിയാക്കി. സാറിന്റെ ഭാര്യ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിപ്പിച്ചിട്ടാ പോയത്. ചിപ്പിമോളെ, സച്ചിങ്കിൾ അങ്കിളെ, സച്ചിങ്കിളെ, സച്ചിങ്കിൾ ഇപ്പൊ വന്നു. അങ്കിള് വന്നിട്ട് കൊറേ നേരമായി. ആ, ഇപ്പോ മോളുടെ പനിയൊക്കെ മാറിയല്ല, മുഖത്തൊരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. ആ, ഞാൻ വന്നപ്പോ മോള് പനിച്ചു വിറച്ച് ബോധമില്ലാതെ കിടക്കായിരുന്നു. ആണോ? ആ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെ അറിയാനാ? സച്ചി സാറ് മുറിയിൽ വന്ന് മോളെ തോളത്തെടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിക്കുമ്പോഴാ ഗൗരി മോളുടെ അമ്മയച്ഛനും ഡോക്ടറെ കൊണ്ടുവന്നത്. അല്ല, അപ്പൊ സച്ചിങ്കിള് സമൃദ്ധാന്റെയും ഗോകുലങ്കിളിനെ കണ്ടില്ലേ? ഇല്ല, ആ സമയത്ത് അങ്കിള് വേറൊരു സ്ഥലം വരെ പോയതാ. അവിടുന്ന് ഇറങ്ങാൻ കുറച്ച് താമസിച്ചു. അതുകൊണ്ടാ അങ്കിളിന് അവരെ കാണാൻ പറ്റാതെ പോയത്. സമൃദ്ധാന്റി എനിക്ക് എന്തൊക്കെ ചെയ്തെന്നറിയോ? ആ, എന്റെ ദേഹം മുഴുവൻ തുടച്ചു തന്നു, എനിക്ക് മരുന്ന് തന്നു, പൊടിയരി കഞ്ഞി ഉണ്ടാക്കി തന്നു, എന്നെ തോളത്ത് ചേർത്ത് പിടിച്ച് ഉറക്കി. സമൃദ്ധാന്റി എനിക്ക് അമ്മയെ പോലെയാ. ആ, അപ്പോ ഞാനോ? സച്ചിങ്കിൾ എനിക്ക് അച്ഛനെ പോലെയാ. ആ, അമ്മ കേക്കണ്ട. സ്കൂളിൽ വെച്ച് മൈക്കേ കൂടെ പറഞ്ഞതിന്റെ പുകില ഇവിടെ ഉണ്ടായതല്ല. എന്റെ പൊന്നു സാറേ, മോൾക്ക് എന്തായാലും ഇപ്പൊ നല്ല കുറവുണ്ട്. ഇനി സാറ് ഇവിടെ നിക്കണമെന്നില്ല, വേഗം പൊക്കോ. വേണ്ട അങ്കിൾ, ഇന്ന് പോണ്ട. അയ്യോ, പോവാതെ പിന്നെ സച്ചി സാറ് എന്ത് ചെയ്യും? സച്ചി അങ്കിൾ ഇന്ന് എന്റെ കൂടെ ഇവിടെ നിൽക്കും. അയ്യോ, അമ്മ എന്തായാലും ഇന്ന് വരാൻ പോണില്ല. അങ്കിളെ, എനിക്ക് വയ്യാത്തതല്ലേ? ഇന്ദുട്ടിക്കാ വയ്യാത്തതെങ്കിൽ അങ്കിൾ അവളോട് ഇരിക്കില്ലേ? മോളെ, അത് പിന്നെ അതുപോലെ അങ്കിളിന് എന്റെ അടുത്തിരിക്കാമോ? അയ്യോ മോളെ, അതൊക്കെ സച്ചി സാറിന് ബുദ്ധിമുട്ടാവും. മോളെ, അത് വേണ്ട. മോളുടെ അമ്മ അറിഞ്ഞ അത് വലിയ പ്രശ്നമാവും. അത് മാത്രമല്ല, ഇവിടെ ജെനി ആന്റി ഉണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോള് എന്നെ ഒന്ന് വിളിച്ചാ മതി. അങ്കിള് പറന്നു വന്നോളാം. വേണ്ട അങ്കിള്, പോവണ്ട. മോളെ, എന്റെ കൂടെ ഇവിടെ നിക്കണം പ്ലീസ് അങ്കിൾ. മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കുഴപ്പിക്കരുത്. സച്ചി സാറിന് ഇങ്ങോട്ട് കേറ്റരുതെന്ന് പറഞ്ഞിട്ടാ അമ്മ പോയത്. അതൊന്നും സാരയില്ല, ആന്റി അമ്മയോട് പറയാതിരുന്നാ മതി. മോളെ, ആന്റിയെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അങ്കിൾ പോയാ ഞാൻ അങ്കിളിന്റെ കൂടെ പിണങ്ങും. മോളെ, 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 എന്തോ മോളെ? മോളെ, ഞാൻ ഇനി മരുന്നും കഴിക്കില്ല, ഫുഡും കഴിക്കില്ല. അയ്യോ അയ്യോ, ചതിക്കല്ലേ മോളെ. ഒരു പരുവത്തിലെപ്പ ചൂടൊക്കെ കുറഞ്ഞത്. സാറേ, മോളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടാ ഡോക്ടർ പോയത്. സാറിവിടെ വന്ന കാര്യം ഞാൻ എന്തായാലും മാഡത്തിനോട് പറയാൻ പോണില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ സാർ ഇന്നൊരു രാത്രി മോളുടെ കൂടെ ഇവിടെ നിൽക്കേ. അവന്തിക മേഡം എന്തായാലും നാളെ വരുള്ളൂ. നിർബന്ധിക്കണ്ട ജെനി ആന്റി, എന്നോട് ഇഷ്ടമില്ലെങ്കിൽ അങ്കിള് പൊക്കോട്ടെ. അമ്പിടി കേമി, നീ ആള് കൊള്ളാലോ. പിണക്കം ഭാവിക്കാനും വഴക്കിടാനും ആളുകളെയൊക്കെ വശത്താക്കാനും നല്ലതുപോലെ അറിയാലോ ചുന്ദരി കുട്ടിക്ക്. പെണ്ണുണ്ടോ?
സച്ചിയങ്കിൾ ഇന്ന് പോകുന്നില്ല. ഉം? മോളുടെ കൂടെ ഇന്നത്തെ രാത്രി സച്ചിയങ്കിൾ അടിച്ചു പൊളിച്ച് ഇവിടെ നിൽക്കാൻ പോവാ. ഉം? ആണോ? ആ സത്യാണോ അങ്കിളെ? സത്യം. താങ്ക് യു അങ്കിൾ. അമ്മേ ഇതിനുപ്പ് ഇത്ര മതിയൊന്ന് നോക്കേ. മതി. ഉപ്പും പുളിയും എല്ലാം ഇപ്പൊ കറക്റ്റാ. ഇനി ഒന്ന് ഇളക്കി വെച്ചാ മതി. രാവിലെ ആവുമ്പോ ഈ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചേ കറി നല്ല സൂപ്പറായിരിക്കും. ആ അനകെ രസക്കൂട്ട് റെഡിയായി. അതൊക്കെ എപ്പോഴേ റെഡിയായി. നോക്കിയേ. ആ ഇതുവരെയും ഈ സ്പെഷ്യൽ കൂട്ടിൽ എന്തൊക്കെയാ ചേർക്കുന്നതെന്ന് മാത്രം ആന്റി പറഞ്ഞു തന്നില്ലല്ലോ. അതമ്മയുടെ ട്രേഡ് സീക്രട്ട് അല്ലേ? അതിലങ്ങനെ വലിയ ട്രേഡ് സീക്രട്ട് ഒന്നുമില്ല. നമ്മളെ തലേദിവസം എടുത്തു വെക്കുന്ന ചോറില് പിറ്റേ ദിവസം ആളുകൾ കഴിക്കുമ്പോ അവരുടെ വയറിന് ഒരസുഖവും വരാൻ പാടില്ല. അതിനിടുന്ന ഒരു പ്രത്യേക മരുന്നാ ഇത്. കുറച്ച് കുരുമുളകും ജീരകവും ഒക്കെ പൊടിച്ച്, പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ഉണക്കി പൊടിച്ച്, നാരങ്ങ നീരും കൂടെ അതിൽ കൂടെ ചേർത്ത്, പിന്നെ കുറച്ച് തുളസിയില ഉണക്കി പൊടിച്ച് അതിൽ കൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറുതേനിൽ ചാലിച്ചെടുത്ത് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നതാണിത്. വേറൊന്നിനുമല്ല, ഇത് ചേർത്ത് കഴിഞ്ഞാ ഒരുമാതിരിപ്പെട്ട വിഷബാധയൊന്നുവേ നമ്മുടെ പഴങ്ങിനി ഏക്കത്തില്ല. എന്നിട്ടാണോ രഹസ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞത്? ആ മോളെ, എടി ഞാൻ രാവിലത്തേക്കുള്ള പച്ചമോര് അത് ഞാൻ റെഡിയാക്കി. അമ്മേ ഞാനെന്നാ റൂമിലോട്ട് പോണേ. ആ വയ്ക്കോ. ശരി, ഞങ്ങളുണ്ടല്ലോ ഇവിടെ. അതിന് വേറൊന്നുമില്ല, ഇതും കൂടെ അല്ലേ ഉള്ളു. മോളെ, നീ ആ മുൻവശത്തെ വാതിലും ജെല്ലൊക്കെ ഒന്ന് അടച്ചിട്ട് വാ, ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ മറന്നുപോകും. ചെല്ല്. ഓക്കെ ആന്റി. ആരാ? ആന്റി ഇങ്ങോട്ടൊന്ന് വന്നേ. സന്ദീപേ, ആന്റി. അനക്കല്ലേ ഇത്? എന്തു പറ്റി മോളെ? എന്താ? ആരോ അവിടെ ഉണ്ട്. എന്താ? എവിടെ? അവിടെ ആരോ ഉണ്ട്.